വീടിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് സുന്ദരേട്ടൻ്റെ വീട്. സുന്ദരേട്ടനെ എല്ലാവർക്കും പരിചയമാണ്. പഴയ ചായക്കടയൊക്കെ നടത്തിയ ആളാണ്, ഇപ്പോഴും അത് നടത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് പോയിട്ട് ചായയൊക്കെ കഴിച്ചിട്ട് വരാം. ഇന്നിവിടെ അയ്യപ്പം പട്ടൊക്കെ ആയ കാരണം സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 1-2 വടയോ അങ്ങനെ എന്തൊക്കെയോ അവിടെ ബാലൻസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സുന്ദരേട്ടൻ്റെ അടുത്തേക്ക് അതിൽ പോവാം. സുന്ദരേട്ടൻ, ഈ സുന്ദരേട്ടനെ ആർക്കെങ്കിലും പരിചയമുണ്ടോ? പരിചയം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. സുന്ദരേട്ടൻ വരൂ, നമുക്ക് ചായക്കടയിലേക്ക് പോകാം. ഒരു ചായ. സുന്ദരേട്ടൻ്റെ വീടാണ്, സുന്ദരേട്ടൻ്റെ ചായക്കടയാണ്. കാർത്തു വട, പരിപ്പ് വട സൂപ്പറായിരിക്കും. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയാണ്. അപ്പം പറഞ്ഞ് നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ്. ഓർഡർ ചെയ്താൽ എപ്പോൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ചെയ്താൽ കറക്റ്റായിട്ട് സുന്ദരേട്ടൻ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ടാവും. ഡിസ്ക്രിപ്ഷനിൽ സുന്ദരേട്ടൻ്റെ നമ്പറും മറ്റും ഇടുന്നതാണ്. സുന്ദരേട്ടൻ്റെ വൈഫുണ്ട്, പാർവതി ചേച്ചി. പാർവതി ചേച്ചി വരൂ. അങ്ങനെ ഇതാണ് നമ്മുടെ പാർവതി ചേച്ചി. പാർവതി ചേച്ചിക്ക് വയ്യ, പനിയൊക്കെയാണ്, എന്നാലും കുഴപ്പമില്ല. ഇതാണ് പാർവതി ചേച്ചി. വടക്കഞ്ചേരിയിലെ ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ സുന്ദരേട്ടന്റെ ചായക്കട എന്ന് പറയുന്നത്. ചായയൊക്കെ കഴിക്കാൻ വന്നിട്ട് ഞാൻ ചായയും കപ്പിയൊന്നും കഴിക്കില്ല, അതുകൊണ്ടാണ് കഴിക്കുന്നുണ്ട്. അപ്പൊ സുന്ദരേട്ടന്റെ ചായക്കടയിൽ ഇത് ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്. ഞാന് ചായയും കാപ്പിയൊന്നും കഴിക്കില്ല, ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ഞാൻ കഴിക്കില്ല. പക്ഷെ എനിക്ക് സുന്ദരേട്ടന്റെ അടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരേട്ടൻ എനിക്ക് ഉള്ളിയും അതൊന്നും ഇടാണ്ട് നല്ല വടയൊക്കെ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് റെഡിയാക്കി വെക്കും. അപ്പോൾ ആ സംശയം തീർന്നില്ല. ടീച്ചർ ഉള്ളിയും ചായയൊന്നും കഴിക്കില്ലല്ലോ, അപ്പൊ ചായക്കടയിൽ പോയിരിക്കണല്ലോ എന്നുള്ള സംശയം തീർന്നുണ്ടാവും എന്ന് വിചാരിക്കണു. ഇത് തൊട്ടപ്പുറത്തെ വീട്ടിലെ പ്രദോഷേട്ടനാണ്. ഇത് സുന്ദരേട്ടന്റെ മകൾ കാർത്തികയാണ്. ഇത് സുന്ദരേട്ടന്റെ ഏട്ടൻ നാരായണേട്ടനാണ്. ഇത് സുന്ദരേട്ടന്റെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്ദരേട്ടന്റെ പക്കോട കഴിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും അങ്ങോട്ട് വരിക. ഇത് സുന്ദരേട്ടന്റെ ഏട്ടനും കൂടിയിട്ടാണ്. അപ്പൊ അനിയന്റെ അത് പറയണ്ട, ഇവിടുത്തെ സാധനങ്ങളുടെ എന്തൊക്കെയാണ് മഹത്വം എന്നുള്ളത് അത് പറയുന്നത്. സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് 1950 തുടങ്ങിയതാണ്. പൊന്നൂപ്പന്റെ ചായക്കട അതാണ്. പിന്നെ സുന്ദരേട്ടന്റെ അച്ഛന്റെ പേരാണ് പൊന്നൂപ്പൻ പറയുന്നത്. അപ്പൊ പൊന്നൂപ്പന്റെ ചായക്കട എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പിന്നെ പരമ്പരാഗതമായിട്ട് നമ്മുടെ സുന്ദരേട്ടൻ അത് കണ്ടിന്യൂ ചെയ്തു വരുന്നു. അതിനിടയിൽ ഒരു ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ ശേഷം വീണ്ടും തുടങ്ങിയിരിക്കുന്നു. ഇനി ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. ഓ, എല്ലാം എങ്ങനെയാണ് കഴിച്ചത്? ടേസ്റ്റ് ഉള്ളതാണോ അതോ ടേസ്റ്റ് എന്ന് പറയാൻ കുഴപ്പമില്ലാത്ത സാധനങ്ങൾ തന്നെയാണ്. അപ്പൊ ഇവരൊക്കെ കഴിച്ചോട്ടെ. സുന്ദരേട്ടൻ വരുന്നുണ്ടോ, പോകുന്നുണ്ടോ, സാധനങ്ങളൊക്കെ ആളുകളൊക്കെ വരുന്നുണ്ടോ? വരുമല്ലോ, വരുന്നുണ്ട്, കുഴപ്പമില്ല. നമുക്ക് അങ്ങനെ ഒരു ആവറേജിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കട ഉച്ചയ്ക്ക് ശേഷമാണ്, 3 മണിക്ക് ശേഷമാണ്. ഓർഡർ ഉണ്ടെങ്കിൽ ഒരു 1 മണിക്കൂർ മുന്നേ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി എത്തിച്ചു കൊടുക്കണമെങ്കിൽ എത്തിച്ചു കൊടുക്കാം, വന്ന് വാങ്ങണമെങ്കിൽ വന്ന് വാങ്ങാം. അത്ര തന്നെ. ഇങ്ങനെയൊക്കെയാണ് രാവിലെ കഴിഞ്ഞാൽ ആ സമയത്ത് ഉണ്ടാക്കി തരുന്നതാണ്. അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കും? പരിപ്പ് വട, ഉഴുന്നുവട, പഴംപൊരി, വെങ്കായ പൊക്കവട. അതാണ് പാലക്കാടൻ സ്റ്റൈലിലുള്ള ഭാഷ, വെങ്കായ പൊക്കവട. പിന്നെ ബജ്ജി, മുട്ട ബജ്ജി, മുളക് ബജ്ജി, ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. അതിനുള്ള കറിക്കൂട്ടും ചായയും എല്ലാം ഇവിടെ ഉണ്ടാക്കുന്നതാണ്, തരുന്നതാണ്. ആവശ്യമുള്ളവരൊക്കെ സമീപിക്കണം. ചായക്കട എവിടെയാണെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. ഇത് പാലക്കാട് ജില്ലയിലെ ചേരാമംഗലം കിളിയല്ലൂര്, അതായത് ലക്ഷം വീടിന്റെയും കിളിയല്ലൂർ സെന്ററിൽ, അതായത് പഴയ മില്ലിന്റെ ഓപ്പോസിറ്റുള്ള വീടാണ് ഇത്. ഇതിലാണ് ഇപ്പോൾ ഒരു ചായക്കടയും ഒക്കെ നടത്തുന്നത്. ഓക്കെ, തൊട്ടപ്പുറത്താണ് നമ്മുടെ വീട് എന്ന് പറയുന്നത്. വിക്ടറി ട്യൂഷൻ സെന്റർ എന്ന ഒരു പരസ്യമൊക്കെ അവിടെ ഉണ്ടാകും. ഇത് മായചേട്ടൻ. മായചേട്ടൻ സുന്ദരേട്ടന്റെ ചായക്കടയിലെ സ്ഥിരം കസ്റ്റമറാണ്. ആളുടെ അഭിപ്രായം പറയും. ബാല്യകാല ഫ്രണ്ട് കൂടിയാണ്. നല്ല സാധനം തന്നെയാണ് തരുന്നത്. നമ്മളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല സാധനം തന്നെയാണ് തരുന്നത് സുന്ദരേട്ടൻ. സംശയമൊന്നുമില്ല. എൻ്റെ ഫ്രണ്ടായതുകൊണ്ട് പറയുന്നത്.
തുറന്നു വേണം. ഓക്കെ, അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും.